ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ആയിട്ടാണ് ഒരു റിക്വസ്റ്റ് വരുന്നതും ആ റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കുട്ടിപ്പട്ടാസ് റിക്വസ്റ്റ് ആയിട്ട് ഏകദേശം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പേ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു ഈ ക്ലേ മേക്കിംഗ് എന്ന് പറയുന്നത്. എനിക്കാണെങ്കിൽ ക്ലേ ആർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ സോയിൽ ക്ലേ ആണെങ്കിലും നോർമൽ ക്ലേ വെച്ചിട്ടാണെങ്കിലും നല്ല രസമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ട്രെൻഡിനൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ല എന്ന് വേണ്ട, ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ തിക്ക് കൺസിസ്റ്റൻസിയിലാവണം നമ്മുടെ ബാറ്റർ. കോൺഫ്ലോറും പശയും ഒഴിച്ച് നമ്മൾ എണ്ണയും വിനാഗിരി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഭയങ്കര മൈന്യൂട്ട് അളവ് മാത്രം മതി. എണ്ണയും വിനാഗിരിയും 2 സ്പൂൺ വീതം മതി. ഞാനിപ്പോൾ ക്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം 3 മാസമൊക്കെ കഴിഞ്ഞു. ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. കട്ട കൂട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എടുത്ത ഗ്ലൂവും കോൺഫ്ലോറും കൂടെ ആദ്യം നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് മാത്രം വിനീഗറും ഓയിലും ചേർക്കാമെന്ന് വിചാരിച്ചു. ആകെപ്പാടെ 4 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ: കോൺഫ്ലോർ, ഗ്ലൂ, കുക്കിംഗ് ഓയിൽ ആൻഡ് വിനീഗർ. അതെ, ഈ കാണുന്നൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ചെയ്യാനായിട്ട്. പ്രത്യേകം പറയാനുള്ളൊരു സംഭവം, സാധാരണ യൂസ് ചെയ്യുന്ന പാനിൽ നിന്ന് എടുക്കരുത്. പഴയ പാൻ യൂസ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി പരട്ടി എടുത്ത് കഴിയുമ്പോൾ ഒരു ചീസൊക്കെ വലിക്കുന്ന ഫീലാണ് ഉണ്ടാവുക. ചീസിൽ വെച്ച് തൽക്കാലം നമുക്ക് നിർത്തണ്ട. ടിയർ ഡ്രോപ്പ് മെത്തേഡിലാണ് നമുക്കിത് കിട്ടേണ്ടത്. സോ അതുവരേക്ക് നല്ലപോലെ ഇതുപോലെ സ്മൂത്ത് ആക്കിയിട്ട് കിട്ടണം. നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടീസ് ഒന്നുമില്ല. നല്ലപോലെ ഒന്ന് ക്ലീൻ റാപ്പ് ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് സൂക്ഷിക്കാം. കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞാനോട് ചെയ്തപ്പോൾ എനിക്ക് അവിടെ കംപ്ലീറ്റ് ആയ പോലെ തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.